നിങ്ങളുടെ ലൈഫിൽ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ട ആരും? നമ്മളെയാണ്, നമ്മളുടെ മനസാക്ഷിയാണ്, മനസ്സിൻ്റെ സ്വരത്തെയാണ്, ഗട്ട് ഫീലിങ്സ്. എന്തിലാണോ അത് പറയുന്നത് അതിനെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇത് കേൾക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് ശരിയാണോ തെറ്റാണോ എന്നറിഞ്ഞ് കേൾക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം എന്നും മനസ്സിന് ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു കുഞ്ഞു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ഓടിക്കണം എന്നാണ്. അങ്ങനെ ഗിയറുള്ള വണ്ടികൾ ഓടിക്കണം എന്നായിരുന്നു. അപ്പോൾ ശരിക്കും അന്ന് വണ്ടി വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അല്ല. പക്ഷെ അന്ന് കടമൊക്കെ വാങ്ങിയിട്ട് ഗോൾഡൊക്കെ എന്തോ പ്ലെഡ്ജ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ലൈസൻസ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ലൈസൻസ് ഒക്കെ എടുത്തു. സ്റ്റിൽ എനിക്ക് വണ്ടിയില്ല. പക്ഷേ ഈ ലൈസൻസ് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ നാട്ടിലാകെ 15-20 ദിവസത്തിന് ഞാൻ വരുമ്പോൾ എനിക്കവിടെ ഇനിയൊരു സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് പോകാൻ പറ്റുമോ എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അന്ന് ആ ഒരു സാഹചര്യം കഴിഞ്ഞു പോയതുകൊണ്ടും വണ്ടി ഓടിക്കാൻ അറിയുന്നത് കൊണ്ടും നാളൊരു പോയിന്റിൽ എനിക്ക് വണ്ടി വാങ്ങിച്ചാലും എനിക്കങ്ങ് ഓടിക്കാൻ പറ്റും. അല്ലെങ്കിൽ 1-2 ദിവസം ഒരു പ്രാക്ടീസ് നമുക്ക് മതിയാകും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ചില അവസരങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടേ കിട്ടുള്ളൂ. ആ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. രണ്ടാമത്തെ കാര്യം ഗട്ട് ഫീലിങ്സ് ആണ്. നമ്മളുടെ ഉള്ളിൽ നിന്നൊരു സ്വരം വരും. ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ചെയ്യരുത് എന്നും, ചിലത് ചെയ്യുക എന്നും, ചെയ്യണമെന്നും, അല്ലെങ്കിൽ ഇതാണ് നല്ലത് ഇതാണ് മോശം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടുകൂടി ചെന്നിരിക്കുക, കുറച്ച് നേരം ലവിങ് ആയിട്ട് സംസാരിക്കുക, സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ മറക്കണ്ട, വേറെ ആരൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തള്ളിപ്പറയില്ല. അതുകൊണ്ട് മനസ്സ് പറയുന്നത് കേൾക്കുക.